ഉണരുവേഗം നീ എന്ന് പറഞ്ഞൊരു പാട്ട്, നല്ല പാട്ടാണ് അല്ലേ? ആ പാട്ടിനെ എനിക്ക് നശിപ്പിക്കാൻ അവസരമുണ്ടായി. പാട്ട് കേട്ട ഉടനെ തോന്നിയതാണ്. അല്ല, കാരണം ഈ പാട്ടിനെ നശിപ്പിക്കാൻ കാരണം എൻ്റെ വീടിനടുത്തൊരു പെണ്ണാണ്. 30 വയസ്സായ ആ പെണ്ണിനെ ഇതുവരെ വിവാഹം കഴിച്ചു വിട്ടില്ല. ഒറ്റ മകളെ ഉള്ളൂ. അവിടെ കൂട്ടുകാരികളൊക്കെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിവാഹം കഴിച്ചു വിട്ടു. മനപ്രയാസം മാത്രം കൈമുതലായ പെണ്ണ് ഒരു പച്ച പാതിരാത്രിക്ക് കട്ടിലേന്ന് ചാടിയിറങ്ങി കിണറ്റിൽ ചാടാൻ പ്ലാനിട്ട് ചാടിയില്ല. തൊട്ടി കഴിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി കയറ് കൊടുത്തുകൊണ്ട് പെണ്ണ് പോയി വീടിൻ്റെ പുറവശത്ത്. അപ്പോൾ ഈ തൊട്ടി വീഴുന്ന ശബ്ദം കേട്ട് അമ്മ ബെഡിൽ നിന്ന് ഇറങ്ങി വന്ന് മോളെ എന്ന് പറഞ്ഞ് ഒരു 15 ടോർച്ചുള്ള ബാറ്ററി എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം കിടന്ന് ഇളകുന്നുണ്ട് കിണറ്റിനകത്ത്. മകളെ കാണുന്നില്ല. ആ ടോർച്ചുമായിട്ട് വെളി കൂടെ ചെന്നപ്പോൾ മകൾ ഒരു പ്ലാവിൽ കുടിക്കിട്ട് തൂങ്ങിച്ചാൻ വേണ്ടി നിൽക്കുക. അവളുടെ നിപ്പ് കണ്ടപ്പം അമ്മ പൊട്ടിക്കരഞ്ഞു, മോളെ നീ എന്തായി കാണിക്കുന്നത്? അതിനേക്കാൾ കൂടുതൽ ദുഃഖം കടിച്ചു പറിച്ച് മകൾ പറഞ്ഞു, അമ്മേ എനിക്ക് 30 വയസ്സായമ്മേ. അതിന് പറയാൻ വയ്യേ. അതാണ് ഞാൻ ഈ പാട്ടെഴുത്. നല്ല പാട്ടാ. ഉയരക്കേറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലായി ഉടുക്കിട്ട് തൂങ്ങിച്ചാകുക. ഉയരക്കേറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലായി ഉടുക്കിട്ട് തൂങ്ങിച്ചാകുക. മദരേ എൻ മദരേ മദരേ. മുപ്പത് വയസ്സെനിക്കായി, 30 വയസ്സെനിക്കായി. മോളിക്ക് കുട്ടികൾ 3 അയലത്തെ വീട്ടിലെ ഗ്രേസി 3 4 കെട്ടി. എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? മദരേ എൻ മദരേ മദരേ. ഇടയ്ക്കൊക്കെ നരച്ചത് കണ്ടോ? ഇടയ്ക്കൊക്കെ നരച്ചത് കണ്ടോ? എന്റെ കൺതടം കറുത്തത് കണ്ടോ? ഗ്ലാമർ കുറഞ്ഞത് കണ്ടോ? എന്റെ നെയ്യൊക്കെ മെലിഞ്ഞത് കണ്ടോ? എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? ഒളിച്ചോടി പോണോ തൂങ്ങണോ? ഒളിച്ചോടി പോണോ തൂങ്ങണോ? മദരേ എൻ മദരേ മദരേ. ഇത് ശരിക്കുള്ള സംഭവം തന്നെയാണോ സർ? അതെ, നടന്നു. അതിലൊക്കെ തന്നോളൂ. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. സാർ സിനിമയിൽ വന്നതിന് ശേഷമാണോ ഈ പാരഡി എഴുതി തുടങ്ങിയതല്ല? ഞാൻ എൻ്റെ ഉപജീവന മാർഗം പാരഡിയാ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴും തന്നെ എഴുതുമായിരുന്നു. പഠിച്ചതൊക്കെ എവിടെയാ സാർ? പഠിച്ചത് ഞാൻ ഒത്തിരി സ്ഥലത്ത്